ഹായ് ഫ്രണ്ട്സ്, ഞാനിന്ന് കോട്ടിങ്ങൊന്നും വിട്ടുവരാതെ നല്ല ക്രിസ്പിയും ടേസ്റ്റിയും ആയിട്ട് എളുപ്പത്തിൽ ചെയ്തെടുക്കാൻ പറ്റുന്ന ഒരു കോളിഫ്ലവർ ഫ്രൈഡ് റെസിപ്പി ആയിട്ടാണ് വന്നിട്ടുള്ളത്. അപ്പോൾ അതെങ്ങനെയാണ് റെഡിയാക്കുന്നതെന്ന് നോക്കാം. കോളിഫ്ലവർ ഫ്രൈ ചെയ്യാനായിട്ട് ഞാനിവിടെ ഒരു ചെറിയ കോളിഫ്ലവറാണ് എടുത്തിട്ടുള്ളത്. അത് നമുക്ക് ആദ്യം മഞ്ഞൾപ്പൊടി ചേർത്ത വെള്ളത്തിലോട്ട് ഇട്ടിട്ടൊന്ന് തിളപ്പിച്ചെടുക്കാം. ഇപ്പോൾ എല്ലാം കൂടെ ബോയിലായി വന്നിട്ടുണ്ട്. ഇനി ഇതൊന്ന് സ്ട്രെയിൻ ചെയ്തിട്ട് മാറ്റി വയ്ക്കാം. ഇനി നമുക്കിത് മാരിനേറ്റ് ചെയ്ത് വയ്ക്കാനുള്ള മസാല ഒന്ന് റെഡിയാക്കണം. ഇതിനായിട്ട് ആദ്യം നമുക്ക് 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഒരു പാത്രത്തിലോട്ട് ഇട്ട് കൊടുക്കാം. 1/4 ടീസ്പൂൺ ഗരം മസാലപ്പൊടി കൂടെ ആഡ് ചെയ്ത് കൊടുക്കാം. 1/2 ടീസ്പൂൺ കുരുമുളക് പൊടി, 1 ടേബിൾ സ്പൂൺ കാശ്മീരി ചില്ലി പൗഡർ, 1 ടീസ്പൂൺ മുളക് പൊടി, 1/2 ടീസ്പൂൺ ജിഞ്ചർ ഗാർലിക് പേസ്റ്റ്, 1 ടേബിൾ സ്പൂൺ അരിപ്പൊടി, 1 ടേബിൾ സ്പൂൺ കോൺഫ്ലോർ, 1 ടേബിൾ സ്പൂൺ കടലമാവ്. ഇനി ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കാം. ഇതിലേക്ക് ഇനി 1 എഗ്ഗ് പൊട്ടിച്ച് വെച്ചതും കൂടെ ചേർത്ത് കൊടുക്കാം. കുറച്ച് മാത്രം വെള്ളവും കൂടെ ചേർത്തിട്ട് ഇതൊരു മിക്സാക്കി എടുക്കണം. ഇതുപോലെ എഗ്ഗും കൂടെ ചേർത്ത് മിക്സ് ചെയ്ത് മസാല റെഡിയാക്കി എടുക്കുമ്പോൾ നമുക്ക് കോളിഫ്ലവർ ഫ്രൈ ചെയ്യുന്ന നേരത്ത് മസാലയൊന്നും കോളിഫ്ലവറിൽ നിന്ന് വിട്ടുപോരുകയില്ല. അപ്പോൾ എല്ലാം കൂടെ നന്നായി തന്നെ മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് കോളിഫ്ലവർ ഇട്ട് കൊടുക്കാം. ഇനി ഇതെല്ലാം കൂടെ നന്നായി തന്നെ കോളിഫ്ലവറിലൊന്ന് മിക്സ് ചെയ്തെടുക്കണം. ഇപ്പോൾ എല്ലാം കൂടെ കോളിഫ്ലവറിൽ നന്നായി മിക്സാക്കി എടുത്തിട്ടുണ്ട്. നമുക്കിതൊരു 15 മിനിറ്റ്സ് റെസ്റ്റ് ചെയ്യാൻ വയ്ക്കാം. അപ്പോഴേക്കും കോളിഫ്ലവറിൽ മസാലകളെല്ലാം നന്നായി തന്നെ പിടിച്ചു വരും. ഇപ്പോൾ ഒരു 15 മിനിറ്റ്സ് ആയിട്ടുണ്ട്. നമുക്കൊരു പാനിൽ ഓയിൽ ഒഴിച്ച് കോളിഫ്ലവർ ഒന്ന് ഫ്രൈ ചെയ്തെടുക്കാം. ഒരു സൈഡിൽ നിന്ന് ഫ്രൈ ആയി വരുന്നവരെ വെയിറ്റ് ചെയ്യാം. ഇപ്പോൾ ഒരു സൈഡിൽ നിന്ന് മൊരിഞ്ഞ് വന്നിട്ടുണ്ട്. നമുക്കിതൊന്ന് മറിച്ചിട്ട് കൊടുക്കാം. ഇനി 2 സൈഡും നന്നായി തന്നെ ഒന്ന് ഫ്രൈ ആയി വരുന്നവരെ ഒന്ന് ഇടയ്ക്ക് ഫ്രൈ ചെയ്തെടുക്കാം. വീഡിയോ കണ്ടുകൊണ്ടിരിക്കുമ്പോൾ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. കൂടെ തന്നെ ബെല്ലൈക്കൺ ഒന്ന് പ്രസ് ചെയ്ത ശേഷം അതിലുള്ള ഓൾ എന്നുള്ള ഓപ്ഷൻ ഒന്ന് എനേബിൾ ചെയ്ത് കൊടുക്കണേ. അപ്പോഴാണ് ഞാനിടുന്ന പുതിയ വീഡിയോസ് എല്ലാം നോട്ടിഫിക്കേഷൻസ് ആയിട്ട് എല്ലാവർക്കും കറക്റ്റായിട്ട് ലഭിക്കുന്നത്. ഇപ്പോൾ കോളിഫ്ലവർ എല്ലാം 2 സൈഡും നന്നായി തന്നെ മൊരിഞ്ഞ് നല്ല ക്രിസ്പി ആയി കിട്ടിയിട്ടുണ്ട്. കോട്ടിംഗ് ഒന്നും ഇളകി പോകാതെ കറക്റ്റായിട്ട് കിട്ടിയിട്ടുണ്ട്. ഈ സമയം നമുക്കിത് ഓയിലിൽ നിന്ന് മാറ്റാം. ഇപ്പോൾ ക്രിസ്പിയും ടേസ്റ്റിയും ആയിട്ടുള്ള കോളിഫ്ലവർ ഫ്രൈ ഇവിടെ റെഡിയായി വന്നിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും ഒരു തവണയെങ്കിലും ഈ രീതിയിലൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും സപ്പോർട്ട് ചെയ്യാനും കൂടെ തന്നെ ഫീഡ്ബാക്സ് ഉണ്ടെങ്കിൽ അറിയിക്കാനും മറക്കരുത്. താങ്ക് യു.